നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ATM കൗണ്ടറുകൾ തകർത്ത് കൊള്ളയടിച്ച കേസ് പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പാറന്നൂരിൽ റോഡരികിൽ മാലിന്യം തള്ളിയ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നെടിയേടത്ത് സർവീസ് സ്റ്റേഷന് സമീപത്തുള്ള പാടത്തേക്ക് അറവ് മാലിന്യങ്ങൾ തള്ളിയവരെ വാഹനം ഉൾപ്പെടെയാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പഴഞ്ഞി പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനം. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന എൽദോമാർ ബെസേലിയോസ് ബാവയുടെ 339 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ലേലം വിളി ആവേശമായി. വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ കുർബാനയെ തുടർന്ന് നടന്ന പ്രസിദ്ധമായ ലേലം വിളിയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ഔദ്യോഗിക സമാപനം. പുന്നൂർ പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. ആലാപ്പാലം പ്രദേശത്തെ ശ്മശാനം നവീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ATM കൗണ്ടറുകൾ തകർത്ത് കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു. രാവിലെ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ 5 ദിവസത്തേക്കാണ് പ്രതികളെ വിട്ടു നൽകിയത്. ശനിയാഴ്ച പ്രതികളുമായി ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും. ഇതിനുശേഷം മോഷണം നടത്തിയ കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കും. വിയ്യൂർ, ഇരിങ്ങാലക്കുട എന്നീ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 27 പുലർച്ചെയാണ് പ്രതികൾ തൃശൂരിലെ 3 ATMകൾ തകർത്ത് 65 ലക്ഷം രൂപ കവർന്നത്. മോഷണശേഷം മോഷ്ടിച്ച പണവും മോഷണത്തിനായി ഉപയോഗിച്ച കാറും സഹിതം പ്രതികൾ കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടെയാണ് തമിഴ്നാട് നാമക്കലിൽ വെച്ച് പിടിയിലായത്. 7 പേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ്. ബാക്കിയുള്ള 5 പ്രതികളെയാണ് തൃശൂരിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി സെന്ററിൽ കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിന്റെ ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. അത് ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അത് നശിച്ചിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ കീറിയിട്ട് നശിപ്പിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ പറയാ, ഞങ്ങളുടെ മനസ്സിലൊക്കെ ഭയങ്കര ടെൻഷനായി. അത് എന്നുവെച്ചാൽ ഇത്ര നല്ലൊരു കാര്യം നടക്കുമ്പോൾ ആരാണിത് ചെയ്തതെന്ന് നമുക്കറിയില്ല, എന്താണ് ഉണ്ടായുള്ളതൊന്നും അറിയില്ല. പക്ഷെ അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം തന്നെയായി. നമ്മൾ 1 കോടി ഉൾപ്പെടെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പം ഇന്നലെ വൈകിട്ട് സാമൂഹ്യ വിരുദ്ധരെ നശിപ്പിച്ചു. അപ്പം അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേണ്ട ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പാറന്നൂരിൽ മാലിന്യം തള്ളിയ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നെടിയേടത്ത് സർവീസ് സ്റ്റേഷന് സമീപത്തുള്ള പാടത്തേക്ക് അറവ് മാലിന്യങ്ങൾ തള്ളിയവരെ വാഹനം ഉൾപ്പെടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പിടികൂടി. റോഡരികിലും പാടശേഖരങ്ങളിലും അറവുമാലിന്യം തള്ളുന്നത് പതിവായതുമൂലം CCTV ക്യാമറയുടെ സഹായത്താൽ വാഹനം തിരിച്ചറിയുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തി വരുന്നതിനിടെയാണ് മാലിന്യം വലിച്ചെറിയുന്ന വാഹനം തിരിച്ചറിഞ്ഞത്. മാലിന്യം തള്ളിയ ശേഷം ചീറിപ്പാഞ്ഞുപോയ വാഹനത്തെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗം ND സജിത് കുമാർ, നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് NR സജേഷ് എന്നിവരും നാട്ടുകാരും ചേർന്ന് ബൈക്കിൽ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനത്തിലെ ജീവനക്കാരായ സിറാജുദ്ദീൻ, മുഹമ്മദ് എന്നിവരെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന്റെ നേതൃത്വത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ സ്ഥലം പരിശോധിച്ചു. ഇന്റേഷണൽ ഇൻസ്പെക്ടർ വിനോദ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ, ഹെഡ് ക്ലർക്ക് ശാന്തി ജി എന്നിവരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 219S പ്രകാരം മാലിന്യം ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ 50,000 രൂപ പിഴ ഈടാക്കുന്നതിന് തീരുമാനിച്ചു. മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതിനെതിരെ ജനപങ്കാളിത്തത്തോടുകൂടി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ഇത്തരം പ്രവണതകളെ തടയുന്നതിനുവേണ്ടി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അറിയിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.
ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കുന്നംകുളം ഉപജില്ല കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുന്നംകുളത്തെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും ഓഫീസും പരിസരവും ശുചീകരിച്ചു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണർ സി അനിത മാത്യു ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഷോബി റൊണാൾഡ്, ഗൈഡ് ക്യാപ്റ്റൻ ഷാമില, കുന്നംകുളം ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിലെ സ്കൗട്ട് ഗൈഡ് അധ്യാപകരായ രാഹുൽ എസ് ചുങ്കത്ത്, കൃഷ്ണൻ മാസ്റ്റർ, അലക്സൻ, പ്രിയ, മേരി, സന്ധ്യ, മോളി, റോസ്ലി, 300ഓളം വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തികൾ വൈകിട്ട് സമാപിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണവും ഉണ്ടായി. CCTVയുടെ സഹോദര സ്ഥാപനമായ സാട്രോൺ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ 16ാം വാർഷിക സമ്മേളനം നടന്നു. CCTV കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർഷിക പൊതുയോഗം CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ പിന്നീട് നമുക്ക് ആ ദുരനുഭവങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റിയത് കൂട്ടായ്മയിലൂടെ കൂടിയുള്ള നമ്മുടെ ഈ ശ്രമമാണ്. വയനാടൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പുഴ തന്നെ ഉണ്ടാവാനായിട്ട് 10-25 കൊല്ലം കഴിയുമ്പോൾ ഗതി മാറി വരുന്നു. പല ദേശങ്ങൾ മാറിപ്പോകുന്ന പോലെ തന്നെ വ്യവസായികൾക്കും ഇൻഡസ്ട്രീസിനും ഒക്കെ ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഒരു ഡൈവേർഷൻ ഉണ്ട്. പലപ്പോഴും ആ മാറ്റത്തിന് അതിജീവിച്ചാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ പലപ്പോഴും ആ മാറ്റം ഉൾക്കൊള്ളാതെ നമുക്ക് പോകേണ്ടി വരും. 10-15 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പരിചയക്കേട് ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ അതിൻ്റെ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ കട പൂട്ടിയിട്ടാവും വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോയിട്ടുണ്ടാവും. KC ജെയിംസ് അധ്യക്ഷനായി. PP ബിജു റിപ്പോർട്ടും മനോജ് PM വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CCTV ചെയർമാൻ KC ജോൺസൺ ആശംസകൾ നേർന്നു. ചടങ്ങിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സാട്രോണിൽ നിന്ന് പർച്ചേസ് ചെയ്തവരിൽ 1ാം സ്ഥാനത്തെത്തിയ 3 സ്റ്റാർ നെറ്റ്വർക്കിന് വേണ്ടി CCTV ഡയറക്ടർ കൂടിയായ KC ജോസും 2ാം സ്ഥാനത്തെത്തിയ ഗുരുവായൂർ സ്കൈലൈനിന് വേണ്ടി PK ശശിധരനും ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. വൺ ഡയറക്ട് നെറ്റ്വർക്കിനാണ് 3ാം സ്ഥാനം. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി PP ബിജു, KC ജെയിംസ്, അബ്ദുസമദ്, ബാബു പോൾ, മനോജ് PM, എഡ്വിൻ KM, അനന്തരാമൻ എന്നിവരെ തെരഞ്ഞെടുത്തു. സ്ഥാപനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായുള്ള ചർച്ചയ്ക്ക് മറുപടിയുമുണ്ടായി. സാട്രോണിന്റെ ആദ്യ ഡയറക്ടർ ബോർഡ് യോഗം അടുത്ത വാരം ചേർന്ന് പുതിയ മാനേജിംഗ് ഡയറക്ടറെയും ചെയർമാനെയും തെരഞ്ഞെടുക്കും. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ മന്ദലാകുന്ന് സെന്ററിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. തിരുവത്ര 14ാം വാർഡ് സ്വദേശി കറുത്താരൻ സന്തോഷിനാണ് പരിക്ക്. പരിക്കേറ്റ ആളെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ കുത്തനെയുള്ള കുന്നിൻ ചെരുവുകൾ നികത്തിയുള്ള മണ്ണെടുപ്പും പാറഖനനവും നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി വിധി മറികടന്ന് മുല്ലപ്പള്ളി കുന്നത്ത് എത്തിയ ഡ്രൈവർക്കും ടോറസ് ലോറി ഉടമയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതി കൺവീനർ VM നസറുദ്ദീന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മണ്ണെടുക്കാനെന്ന പേരിൽ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിക്കുന്നിലെ വീതി കുറഞ്ഞ ഇടവഴിയിലേക്ക് 35 ടൺ ഭാരം വഹിക്കുന്ന ടോറസ് വാഹനം അമിത വേഗത്തിലെത്തിയതിനെ തുടർന്ന് സമീപത്തുള്ള കേബിൾ സർവീസ് വയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 8 മീറ്ററിനു താഴെ വീതിയുള്ള റോഡുകളിലൂടെ 10 ടണ്ണിന് മുകളിലുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതായി 2015 കേരള സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് 35 ടൺ ഭാരം വഹിക്കുന്ന വാഹനവുമായി 6 മീറ്റർ മാത്രം വീതിയുള്ള മൺപാതയിലൂടെ ഇവർ വാഹനവുമായി അതിക്രമിച്ചു കടന്നത്. ഇതിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം വാടങ്കം നിഷ അരേക്കത്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച് വാഹനം തിരിച്ചയച്ചത്. മണ്ണെടുക്കുന്ന 20ഓളം ഏക്കർ ഭൂമി കുന്നിൻ ചെരുവ് പ്രദേശമായതിനാൽ മേഖലയിൽ നിന്നും മണ്ണെടുക്കുന്നതിനായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോ ശാസ്ത്രീയ പഠനമോ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. മേഖലയിൽ നിന്നും മണ്ണെടുത്താൽ കുന്നിൻ മുകളിലെ ചെറിയ പാറകളുടെ സ്ഥാനം തെറ്റുന്നതും ആവാസ വ്യവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുകയും ചെയ്യും. പ്രദേശത്ത് തിങ്ങി താമസിക്കുന്ന 150ഓളം കുടുംബങ്ങൾക്ക് ദുരിതമാകുമെന്നതിനാലും മുല്ലപ്പള്ളിക്കുന്ന് സംരക്ഷിക്കുവാൻ ദിനംപ്രതി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കുന്ന് സംരക്ഷണ സമിതികളും സമരങ്ങളുമായി രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ആൽത്തറയിൽ ചേർന്ന 12-13 വാർഡുകളുടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ജനജാഗ്രതാ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി വ്യക്തമാക്കി. വാർഡംഗം നാസർ കല്ലായി അധ്യക്ഷത വഹിച്ചു. അബു പുത്തൻകുളം, വാർഡംഗം നിഷ അരേക്കത്ത്, VK ശിവരാമൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മുല്ലപ്പള്ളി കുന്ന് ഖനനം പഞ്ചായത്ത് അടിയന്തര യോഗത്തിൽ വിഷയം സംബന്ധിച്ച ജിയോളജി വകുപ്പിനും
RDOയ്ക്കും കളക്ടർക്കും പരിസ്ഥിതി ബോർഡിനും പരാതി നൽകുവാനും മുല്ലപ്പള്ളി കുന്നത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചതായി വാർഡ് മെമ്പർ നിഷ അരഗത്ത് അറിയിച്ചു. കടവലൂർ പഞ്ചായത്തിലെ 12, 13 വാർഡുകൾ ഉൾപ്പെടുന്ന മുല്ലപ്പള്ളി കുന്നത്ത് നിന്ന് തീരദേശ ഹൈവേക്ക് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നതിന് എതിരെ വാർഡ് മെമ്പർ നിഷ അരഗത്തും പരിസരവാസികളും കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയും മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതിയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങളെന്നും പഞ്ചായത്ത് മെമ്പർ നിഷ അരഗത്ത് അറിയിച്ചു. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തികളിലെ അഴിമതി ആരോപിച്ച് പൊതുമരാമത്ത് റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നീണ്ട കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം നടക്കുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിലെ പാലായിക്കൽ പാലം ഭാഗത്ത് നിർമ്മാണമാണ് തർക്കം മൂലം തടസ്സപ്പെട്ടത്. 2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ അവസാനഘട്ട പണികളാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞിരുന്നു. പാടശേഖരത്തിന് കുറുകെ കടന്നുപോകുന്ന ഭാഗം മണ്ണിട്ടുയർത്തി കട്ട വിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഒരു വശത്ത് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. 2 വശങ്ങളിലും വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എസ്റ്റിമേറ്റിൽ 2 വശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം ഉണ്ടായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമായതിനാൽ ഇരുവശങ്ങളിലും ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡ് ഇടിയാൻ സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. നാളെ കട്ടവിരി തുടങ്ങണ്ട. നാളിവിടെ ഈ റോഡിന്റെ പ്രോജക്ട് അടിസ്ഥാനത്തിൽ ചെയ്യുന്നല്ലോ പറഞ്ഞത്. ആ സൈഡ് കെട്ടിയിട്ട് കട്ട വിരിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കട്ട അവിടെ അതാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഇതേ ക്വാണ്ടിറ്റിയിൽ അവിടെ വരും. ഈ ആക്സി നാലാളും വന്നിട്ട് ഞങ്ങളോട് വാക്ക് പറയും. ഞങ്ങൾ കമ്മിറ്റിയിൽ വാക്ക് തന്നതാണ്. നിങ്ങൾക്ക് അവിടെ സൈഡും കിട്ടും, പ്രേമം പഴും. നിങ്ങൾ പിരിഞ്ഞു പോയി. അന്ന് തടുത്താൽ ഞങ്ങൾ അന്ന് തടുത്തേക്ക് ഇവർ വാക്ക് പറഞ്ഞതാ. ഈ വാക്ക് വീണ്ടും 2 വർഷത്തിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത്. ആദ്യം 2.5 കോടി രൂപയാണ് വകയിരുത്തിയത്. പിന്നീട് 25 ലക്ഷം രൂപ അധികം അനുവദിക്കുകയും ഇരുവശങ്ങളിലെ ഭിത്തി നിർമ്മാണം എന്നുള്ളത് ഒരു വശമാക്കി കുറയ്ക്കുകയും ചെയ്തു. പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം വന്നതിനാലാണ് ഭിത്തി നിർമ്മാണം ഒരു വശമാക്കി കുറച്ചതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കുമായി 1 കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് നൽകിയതായും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് നിർമ്മാണം നടത്തുന്നത്. കോൺക്രീറ്റ് ആയിട്ട് കെട്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സമയത്ത് വേറൊരു അതിൻ്റെ കൊട്ടേഷൻ അനുസരിച്ച് വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. ഒരു ഓവും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓവിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണം കാണാനില്ല. പിന്നെ വേറൊന്ന് ഇത് 2 അടിക്ക് ഉയർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷക്കാലത്തും അരക്കൊപ്പം വെള്ളം കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 1 ഇഞ്ച് ഉയർത്താണ്ടാണ്. CCTV ന്യൂസ്, പുന്നയൂർകുളം. സ്വച്ഛ് ഭാരത് മിഷൻ ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ EK നായനാർ സ്മാരക ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇലക്ട്രോണിക് നാപ്കിൻ ഡിസ്ട്രോയർ മെഷീൻ സ്ഥാപിച്ചു. ദിവസവും 200ഓളം നാപ്കിനുകൾ സംസ്കരിക്കാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളിൽ നിന്ന് ശേഖരിക്കുന്ന നാപ്കിനുകളാണ് മെഷീനിൽ സംസ്കരിക്കുക. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, കൗൺസിലർമാരായ MV വിനോദ്, ASNL PV സജീവൻ, ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PS സജീഷ്, ശുചിത്വ മിഷൻ പ്രതിനിധി TV മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന എൽദോമാർ ബെസിലിയോസ് ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ലേലം വിളി ആവേശമായി. വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ കുർബാനയെ തുടർന്ന് നടന്ന പ്രസിദ്ധമായ ലേലം വിളിയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി. പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ മുത്തപ്പന് സമർപ്പിച്ച നേർച്ച കാഴ്ചകളാണ് ലേലത്തിനായി പള്ളിനടയിൽ ഒരുക്കിയിരുന്നത്. ഇടവക വികാരി ഫാദർ ഐസക് ജോൺ ആദ്യ ലേലവസ്തുവായ ഗീവർഗീസ് പുണ്യാളന്റെ രൂപം കുത്തിയ സ്വർണ്ണക്കോയിന്റെ ലേലം ആരംഭിച്ചു. തുടർന്നു നടന്ന വാശിയേറിയ ലേലവിളിയിൽ 1,77,777 രൂപയ്ക്ക് ജെറുസലേം സ്വദേശി ഷാജു സൈമൺ സ്വർണ്ണക്കോയിൻ സ്വന്തമാക്കി. രണ്ടാമത്തെ ലേലവസ്തുവായ മാതാവിന്റെ ഛായാചിത്രം 1,11,339 രൂപയ്ക്ക് സഹോദരങ്ങളായ സൈമണും ദിലീപും ചേർന്ന് വിളിച്ചെടുത്തു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ലേലത്തിൽ പള്ളിയിൽ നേർച്ച കാഴ്ചകളായി വന്ന ദ്രവ്യങ്ങൾ മുഴുവനും ലേലം ചെയ്തു. ലേലത്തിന് ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, പള്ളി ട്രസ്റ്റി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ P ഷീമോൻ തുടങ്ങിയവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
പഴഞ്ഞി പെരുന്നാൾ ചടങ്ങുകൾ സമാപിച്ച് മണിക്കൂറുകൾക്കകം പള്ളിയും പരിസര മേഖലകളും വൃത്തിയാക്കി വിദ്യാർത്ഥി പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മ. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ NCC വളണ്ടിയർമാർ, SPC കേഡറ്റുകൾ, MD കോളേജ് NSS വളണ്ടിയർമാർ, കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഹരിതകർമ്മസേന എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ജൈവ അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ എന്നിവ വഴിയോരങ്ങളിൽ നിന്ന് ശേഖരിച്ച് വൃത്തിയാക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് അലി കോട്ടോൽ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാബു ഐനൂർ, NSS കോർഡിനേറ്റർ ഫാത്തിമ, അധ്യാപകരായ സന്ധ്യ, റിയാസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർ പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. ആലാപ്പാലം പ്രദേശത്തെ ശ്മശാനം നവീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ആലാപാലം പ്രദേശത്ത് 50 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാനം ആധുനിക വാതക ശ്മശാനമാക്കണമെന്ന് പഞ്ചായത്ത് നിവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഞ്ചായത്തിലെ 1/3 വരുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണിത്. 3 സെന്റിലും 4 സെന്റിലും താമസിക്കുന്നവരും സ്വന്തമായി മരണാനന്തര സംസ്കാരം നടത്തുവാൻ സൗകര്യമില്ലാത്തവരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരുടെ ആവശ്യങ്ങളിൽ പ്രധാനമായിരുന്നു ഇത്. പുന്നയൂർകുളം, ഗുരുവായൂർ, ചാവക്കാട് ശ്മശാനങ്ങളിൽ പുന്നയൂർ നിവാസികൾക്ക് സംസ്കാരം നടത്തണമെങ്കിൽ അവരുടെ ഒഴിവനുസരിച്ച് അനുവാദം ലഭിക്കുന്നതിനുവേണ്ടി കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പല മൃതദേഹങ്ങളും സംസ്കാരം നടത്താൻ വൈകിയതിന്റെ പേരിൽ ഫ്രീസറിൽ വെക്കുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനങ്ങളിൽ സാധാരണക്കാരായ പുന്നയൂർ നിവാസികൾക്ക് കൂടുതൽ പണം അടയ്ക്കേണ്ട സ്ഥിതിയുമുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. ഏരിമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഏരിമൽ ക്ഷേത്രം തന്ത്രിയുമായി കൂടിയാലോചന നടത്തുകയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരക്രിയ ഉള്ളതായും ഇത് പ്രദേശവാസികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും തന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ആവശ്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ 12 മരണാനന്തര സഹായ സമിതികളുടെ ഭാരവാഹികളും അടിയന്തരമായി ആധുനിക വാതക ശ്മശാന നിർമ്മാണം ആരംഭിക്കണമെന്ന് ആവശ്യവും ഉന്നയിച്ചിരുന്നു. 250 മീറ്റർ ചുറ്റളവിൽ ആൾതാമസം പോലുമില്ലാത്ത നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ആലാപാലം ശ്മശാനം നിലനിൽക്കുന്നതെന്നാണ് പഞ്ചായത്ത് അധികാരികൾ പറയുന്നത്. ആദ്യപടിയായി കാടുപിടിച്ചു കിടക്കുന്ന ശ്മശാനം വൃത്തിയാക്കി ചുറ്റുമതിൽ കെട്ടുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രവൃത്തി ആരംഭിച്ചതോടെ സമീപവാസികളുടെയും 6ാം വാർഡ് നിവാസി കൂട്ടായ്മ, ക്ഷേത്ര സംരക്ഷണ സമരസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തിക്കെതിരെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുത്തൻ കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ സംഘടിപ്പിച്ച വർണ്ണപ്പകിട്ട് സ്കൂൾ കലോത്സവം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡയറ്റ് ലെക്ചർ U മുഹമ്മദ് റാഫി മുഖ്യാതിഥിയായി. PR റജില, MK സലീം, ലിൻസി V തോമസ്, സയന ചാഴൂർ, KH ഷീജ, MU അജിത, CJ ജിൻസി തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി. ഹെഡ് മിസ്ട്രസ് PK റമല സ്വാഗതവും MK ജാസ്മിൻ നന്ദിയും പറഞ്ഞു. എരുവംപെട്ടിയിലെ വഴിയോര കച്ചവടങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചു. കരിയന്നൂർ മുതൽ നെല്ലുവായ് വരെയുള്ള റോഡരികിൽ കച്ചവടക്കാർ ഇറക്കിക്കെട്ടിയിട്ടുള്ള ഷെഡുകൾ, ബോർഡുകൾ, കൊടിത്തോരണങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വടക്കാഞ്ചേരി സെക്ഷൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എരുമപ്പെട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ കരിയന്നൂരിൽ നിന്നാണ് പൊളിച്ചുനീക്കൽ ആരംഭിച്ചത്. ഒരാഴ്ച മുൻപ് പൊതുമരാമത്ത് വകുപ്പ് വഴിയോര കച്ചവടക്കാർക്ക് പൊളിച്ചുമാറ്റാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. കച്ചവടക്കാർ ആരും മാറിപ്പോകാത്തതിനെ തുടർന്നാണ് നടപടിയെടുത്തത്. ഉച്ചയോടെ കച്ചവട സ്ഥാപനങ്ങളിൽ ചിലത് പൊളിച്ചു നീക്കിയെങ്കിലും വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും നേതാക്കളും തമ്മിൽ കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച വരെ വഴിയോര സ്ഥാപനങ്ങൾ സ്വയം പൊളിച്ചു നീക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ, പൊതുമരാമത്ത് വകുപ്പ് വടക്കാഞ്ചേരി സെക്ഷൻ AE PN വിനീത്, ഓവർസിയർ ഭവ്യ, വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കി വന്ന പൊതിച്ചോറുകൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും ഒപ്പമുള്ളവർക്കുമായി വിതരണം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ രശ്മി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ കൃപ, കോർഡിനേറ്റർമാരായ സിസ്റ്റർ സുമിത, ജാൻസി ടീച്ചർ, PTA പ്രസിഡന്റ് PV ജോജു, PTA കമ്മിറ്റി അംഗം ജോഫി ചൊവ്വന്നൂർ, വിദ്യാർത്ഥി പ്രതിനിധികളായ ഗ്ലോറിയ, അർച്ചന എന്നിവർ പങ്കെടുത്തു. 300ഓളം പൊതിച്ചോറുകളാണ് കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്തത്.
ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി ഒക്ടോബർ 4 സാമൂഹ്യ പ്രതിബദ്ധതാ ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്ലോത്ത് ബാങ്കിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി നിർവഹിച്ചു. സ്മാരക സമിതി പ്രസിഡന്റ് പോൾ മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗങ്ങളായ രത്നകുമാരി, CP വിമല, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. സിസ്റ്റർ വർഷ സ്വാഗതവും സെക്രട്ടറി MV ഡൊമിനിക് നന്ദിയും പറഞ്ഞു. സമാഹരിച്ച വസ്ത്രങ്ങൾ വിയ്യൂർ ജയിലിലെ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന യൂണിറ്റിന് കൈമാറും. ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചാണ് BJP സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്. ഡിവൈഎഫ്ഐ നേതാവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന CU സനൂപിന്റെ 4ാം രക്തസാക്ഷിത്വ വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശരത് പ്രസാദ്. മസിൽ പവറും പണക്കൊഴുപ്പും കൊണ്ടാണ് BJP വീണ്ടും അധികാരത്തിലെത്തിയതെന്ന് തുറന്നു പറഞ്ഞത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരക്കാല പ്രഭാകറാണ്. തൃശൂർ ഉൾപ്പെടെ രാജ്യത്തെ 71 ലോക്സഭാ മണ്ഡലങ്ങളിൽ EVM മെഷീനിൽ കൃത്രിമം നടത്തിയാണ് BJP വിജയം നേടിയത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് നേടി വീണ്ടും BJP അധികാരത്തിലെത്തുമെന്നാണ് മോദി പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ BJPക്ക് കഴിയാതെ പോവുകയായിരുന്നു. വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാവില്ലെന്നും ശരത് പ്രസാദ് കൂട്ടിച്ചേർത്തു. RSS ഈ രാജ്യത്ത് 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് വലിയ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചവരാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയൊട്ടുക്ക് 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് പ്രസംഗിക്കുകയുണ്ടായി. അതിനവർക്ക് ആത്മവിശ്വാസം പകർന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലൂടെ RSS ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഇന്ത്യയിലെ ശ്രീരാമന് പുനർജന്മം ലഭിച്ചിരിക്കുന്നു എന്നാണ്. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M ബാലാജി, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗം MV പ്രശാന്ത്, ചൊവ്വന്നൂർ ലോക്കൽ സെക്രട്ടറി A സജി മാസ്റ്റർ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്ററിൽ നിന്നും 100 പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് രക്തസാക്ഷി ദിനാചരണത്തിന് തുടക്കമായത്. പുതുശ്ശേരിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ CPIM-നായി MN സത്യനും DYFI-ക്കായി KA സൈഫുദ്ദീനും പതാക ഉയർത്തിയ ശേഷം പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തി. DYFI ചൊവ്വന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയും CPIM പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരിക്കെ 2020 ഒക്ടോബർ 4-നായിരുന്നു കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലങ്ങാട് വെച്ച് സനൂപ് രാഷ്ട്രീയ എതിരാളികളുടെ കുത്തേറ്റ് മരിച്ചത്. പുതുച്ചേരിയിലെ യുവാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും തർക്കം പരിഹരിക്കാനുമായി എത്തിയപ്പോഴാണ് അക്രമികൾ കുത്തിവീഴ്ത്തിയത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെയും DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് സനൂപ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 8, 9, 10 തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ല ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാനും ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജേഷ് കുട്ടൻ തൃത്താല AEO പ്രസാദ് മാസ്റ്റർക്ക് നൽകി ലോഗോ പ്രകാശനം ചെയ്തു. ഉപജില്ലയിൽ പഠിക്കുന്ന 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്നാണ് പ്രചരണ കമ്മിറ്റി ലോഗോ ക്ഷണിച്ചത്. മലമക്കാവ് AEP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി K അദ്വൈത് കൃഷ്ണൻ തയ്യാറാക്കിയ ലോഗോയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് TK സുനിൽകുമാർ, GLP സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, ഷാജി ബിൻ ഹൈദർ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിസ്മയ കാഴ്ചകൾ ഒരുക്കി തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വൈവിധ്യ 2024-2025 ശ്രദ്ധേയമായി. പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത, PTA പ്രസിഡന്റ് മനോജ് ചാലക്കൽ എന്നിവർ ചേർന്ന് വൈവിധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. 8 അടിയോളം വലിപ്പം വരുന്ന ജിയോഡെസിക് ഡോം ആകൃതിയൊരുക്കി സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയ വാസ്തത്വ ആകൃതി കൊണ്ടും വൈവിധ്യം കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ചു. ഇന്റർലോക്കിംഗ് സിസ്റ്റം വഴി സ്റ്റീൽ ഉപയോഗിച്ച് അർദ്ധഗോളാകൃതിയിലുള്ള നേർത്ത ഷെൽ ഘടനയായ ആകൃതിക്ക് അവയുടെ വലിപ്പത്തിനനുസരിച്ച് കനത്ത ഭാരം താങ്ങാൻ കഴിയും.
വിദ്യാർത്ഥികളുടെ ചിട്ടയായ പരിശ്രമങ്ങൾ പണികഴിപ്പിച്ചിരിക്കുന്ന വയനാടിനെ പിടിച്ചുകുലുക്കിയ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന സോറയിൽ ഇനി മറ്റൊരു ഉരുൾപൊട്ടലിനെ സിവിൽ എഞ്ചിനീയറിംഗിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ തടയാം, പുതിയൊരു ടൗൺഷിപ്പ് എങ്ങനെ വയനാടിന്റെ കാഴ്ചപ്പാടിൽ നിർമ്മിക്കപ്പെടാമെന്നും പ്രദർശിപ്പിച്ചിരുന്നു. ഡിപ്ലോമ, ബിടെക്, എംടെക്, MCA വിദ്യാർത്ഥികൾക്കായി ആവിഷ്കാർ പ്രോജക്ട് എക്സ്പോ, പേപ്പർ അവതരണം, ഫ്ലെക്സ് ഫോറം, ഐഡിയത്തോൺ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നവയുവ പ്രോജക്ട് എക്സ്പോ എന്നിവയും മുഖ്യ ആകർഷകങ്ങളായി. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ഡിസ്ട്രോയ് ദി ഡെസിബൽ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ദുരന്ത നിവാരണ സാങ്കേതിക വിദ്യകളും സുസ്ഥിരതയും പര്യവേഷണം ചെയ്യുന്ന വാസ്തത്വ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ലിഗ, റോബോട്ടിക്സ് തുടങ്ങിയ ആകർഷണങ്ങൾ ഫെസ്റ്റിൽ ഉൾപ്പെടുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം കാർ, ബൈക്ക് പ്രേമികൾക്ക് പുതിയ അനുഭവം പ്രദാനം ചെയ്യുന്ന അഗ്നിചക്ര ശനിയാഴ്ച പ്രദർശിപ്പിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അവതരിപ്പിക്കുന്ന എലക്സ്പയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എമേഴ്സോ, MCAയുടെ അദ്വൈത എന്നിവ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളോടെ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ അവിസ്മരണീയമായ സംയോജനത്തിന് സാക്ഷ്യം വഹിക്കാൻ സാംസ്കാരിക പരിപാടികളും ശനിയാഴ്ച നടക്കും. സാങ്കേതിക വൈദഗ്ധ്യവും അത്യാധുനിക ആശയങ്ങളും ഒത്തുചേരുന്ന പ്രധാന വേദിയാകും വൈവിധ് 2024-25 എന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ C. സുനീത പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നംകുളം LIC ഓഫീസിന് മുൻപിൽ ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ പോളിസികളുടെ അടിസ്ഥാന തുക 2 ലക്ഷം ആക്കിയത് പുനഃപരിശോധിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ പ്രതിഷേധ ധർണ ഒരുക്കിയത്. ഡിവിഷൻ സെക്രട്ടറി V. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ K. കേശവദാസ് അധ്യക്ഷത വഹിച്ചു. P. റാഫേൽ, N. നൌഷാദ്, P. ഗിരീഷ്, ജേസൺ ചാക്കോ, P. N. മുകുന്ദൻ, ബിന്ദു വർഗീസ്, പ്രീതി സുനിൽ, ഷീജ റെനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിയുടെ 155ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഇരുവപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതിയുടെ ഔപചാരിക ഉദ്ഘാടനം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജിജി MA നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ നാളൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി മുഖ്യ സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് ഗാന്ധി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൃക്ഷത്തൈ സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. പ്രധാന അധ്യാപിക സിമില ടീച്ചർ, PTA പ്രസിഡന്റ് സിനിറ്റ, പ്രകൃതി സംരക്ഷണ സംഘം ഇരുവപ്പെട്ടി യൂണിറ്റ് ഭാരവാഹികളായ സജി ആറ്റത്ര, റോബിൻ പതിയാരം എന്നിവർ സംസാരിച്ചു. ഗാന്ധി സ്മൃതി ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈയും സർട്ടിഫിക്കറ്റും വേദിയിൽ വിതരണം ചെയ്തു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വുമൺസ് ക്ലബ്ബ് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വുമൺസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേധാവി ലീന KV അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷണൽ സ്പീക്കറും MOTC കോളേജ് അധ്യാപകനുമായ ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൊമേഴ്സ് വിഭാഗം മേധാവി ആശ P. സ്വാഗതവും മാനേജ്മെന്റ് സ്റ്റഡീസ് അധ്യാപിക അനഘ NS നന്ദിയും പറഞ്ഞു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OACയും പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷിയും നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 മണി വരെ നടക്കുന്ന യോഗത്തിൽ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് പ്രൊഫസർ ജിൽ K. മാത്യു ദൈവവചനം പ്രസംഗിക്കും. എല്ലാ 1-ാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം നടക്കുമെന്ന് കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പറക്കാട് കലാദീപം ലൈബ്രറി വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഴമയുടെ പുതുമ എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ CF രാജൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് രേഖ സുബ്രഹ്മണ്യൻ അധ്യക്ഷയായി. ലൈബ്രറി സെക്രട്ടറി സുഷീർ, വയോജനവേദി കൺവീനർ TK മുരളി, കമ്മിറ്റി അംഗം ഷീല മുരളീധരൻ എന്നിവർ സംസാരിച്ചു. പുല്ലാനിപ്പറമ്പത്ത് ദിവാകരൻ, കരുമത്തിൽ രാധാ വിശ്വംഭരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പരമ്പരാഗത രീതിയിൽ സദ്യ ഒരുക്കി വിളമ്പയും കലാപരിപാടികൾ അവതരിപ്പിച്ചും സംഗമം അവിസ്മരണീയമാക്കി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി. VP വിശ്വനാഥൻ, VU ചന്ദ്രൻ, VU പ്രദീപ്, മഞ്ജു പ്രമോദ്, ഷൈനി സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കോട്ടോൾ ശൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ 49ാം ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 16 മുതൽ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി നേർച്ചയുടെ ഭാഗമായി കൊടിയുയർത്തൽ, മക്കാം സിയാറത്ത്, മിലാദ് സംഗമം,
ഖത്മുൽ ഖുർആൻ, ദിക്കർ മൗലിദ് ദുവ, മതപ്രഭാഷണം, പ്രാർത്ഥനാ മജ്ലിസ്, ഭക്ഷണ വിതരണം എന്നിവ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടന്ന പ്രഭാഷണ സമ്മേളനം സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് അബ്ദുൽ സലാം ബാക്കവി ഉദ്ഘാടനം ചെയ്തു. സുലൈമാൻ ദാരിമി ഏലംകുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തുടർന്ന് 9 മണിക്ക് നടക്കുന്ന ദുവാ സമ്മേളനത്തിന് സയ്യിദ് അലിയാർ തങ്ങൾ അൻവരി അൽ ബുഹാരി മണ്ണാർക്കാട് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഭക്ഷണ വിതരണം നടക്കും. കുന്നോളം പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഉമ്മർ മൗലവി, സെക്രട്ടറി ഇബ്രാഹിം മുസ്ലിയാർ, ട്രഷറർ ഷാഹുൽ, കൺവീനർ ഷറഫുദ്ദീൻ, ഖത്തീബ് ഹാഫിൽ സയ്യിദ് ഹസനി അൽ ഹിക്മി എന്നിവർ പങ്കെടുത്തു. 49ാം ആണ്ട് നേർച്ച കഴിഞ്ഞ മാസം 16-ാം തീയതി തിങ്കളാഴ്ച മഖാമിൽ കൊടി ഉയർത്തലോടുകൂടി തുടക്കം കുറിച്ചു. തുടർന്ന് ഇന്ന് വൈകിട്ട് കുട്ടികളുടെ വിവിധ പരിപാടികളോടുകൂടി മതപ്രഭാഷണ പരമ്പരയും ആരംഭിക്കുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച് ചൂണ്ടൽ പഞ്ചായത്ത്. വിവരസാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയതോടുകൂടിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരതയിലൂടെ വിവരസാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ഫലപ്രദമായി അനുഭവിക്കുകയും ശാക്തീകരണം ഉറപ്പാക്കുകയും സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും വികസന പദ്ധതികളിൽ പങ്കാളികളായി ഫലങ്ങൾ അനുഭവവേദ്യമാക്കുന്നതിനുമായാണ് ഡിജി കേരളം പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഡിജി കേരളം പദ്ധതി പ്രകാരം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പൗരന്മാർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്തായി മാറ്റിയതിന്റെ പ്രഖ്യാപനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ കെ.ടി. ബാലകൃഷ്ണൻ, പി.എസ്. സന്ദീപ്, വി.പി. ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ, ടി.പി. പ്രജീഷ്, എൻ.എസ്. ജിഷ്ണു, പഞ്ചായത്ത് സെക്രട്ടറി കെ.ഇ. ഉണ്ണി, ഡിജി കോർഡിനേറ്റർ വത്സൻ പാറന്നൂർ, സാക്ഷരതാ പ്രേരക്മാരായ എൻ.കെ. അമ്പിളി, ഇ.ഒ. ത്രേസ്യമ്മ എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ സാക്ഷരതാ പഠിതാവായ സുമതി സുബ്രഹ്മണ്യൻ പ്രഖ്യാപന ചടങ്ങ് സ്വന്തം മൊബൈലിൽ സെൽഫിയെടുത്ത് പഠന മികവ് തെളിയിച്ചത് നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലേക്ക് അനുവദിച്ച 2 ലാപ്ടോപ്പുകളുടെയും ഇൻസിനേറ്ററിന്റെയും കൈമാറ്റ ചടങ്ങ് വിദ്യാലയ അങ്കണത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ ടി.ഡി. ദയൻ, മാതൃസംഘം പ്രസിഡന്റ് ഷജീന നാസർ, പ്രിൻസിപ്പൽ റെമി ടീച്ചർ, പ്രധാന അധ്യാപകൻ രത്നകുമാരൻ മാസ്റ്റർ, പങ്കജം ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ലാബ് ഉൾപ്പെടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യത്തിനായിട്ടാണ് ലാപ്ടോപ്പുകൾ അനുവദിച്ചതെന്നും വിദ്യാലയത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. മരത്തംകോട് കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനും ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിനും തുടക്കമായി. വ്യാഴാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പെരുമ്പുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ആചാര്യവരണം, കലവറ നിറയ്ക്കൽ, ദേവി ഭാഗവത മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ ഗായത്രി സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യ പാരായണം, തുടർന്ന് സമൂഹ പ്രാർത്ഥനയും ദേവി ഭാഗവത പാരായണവും, വൈകിട്ട് മഹാ ആരതിയും നാമപ്രദക്ഷിണം, സ്റ്റേജിന കലാപരിപാടികളും ഉണ്ടായിരിക്കും. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ പ്രസാദ് പുളിക്കൽ, യജ്ഞപൗരാണിക സുമംഗല്യ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകും. നവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കിടങ്ങൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുധാകരൻ കാണങ്ങോട്ട്, സെക്രട്ടറി സുരേഷ് പ്ലാക്കൂട്ടത്തിൽ, ട്രഷറർ ഇ. പരമേശ്വരൻ നായർ, രക്ഷാധികാരി കെ മണി കരിപ്പോട്ടിൽ, അച്ചുട്ടി കൊട്ടാരപ്പാട്ട്, ശശി KN കൊട്ടാരപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. വടക്കേക്കാട് പഞ്ചായത്തിലെ മോഡൽ CDS തലത്തിൽ ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം എന്ന പേരിൽ ബാലസദസ്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 14-ാം വാർഡിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബീൽ NMK ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജി അനുസ്മരിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രബീന സത്യൻ, ബാലസഭ RP നിഷ ബിനോജ്, കമ്മ്യൂണിറ്റി കൗൺസിലർ ഭാഗ്യലക്ഷ്മി, വിവിധ വാർഡുകളിലെ RPമാരും ADS CDS അംഗങ്ങളും പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ അഭിമാനമായി മഹിമയും കൃഷ്ണാഞ്ജലിയും. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് പെൻസിൽ എന്ന ആശയം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധേയരായിരിക്കുകയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഈ മിടുക്കികൾ.
വനനശീകരണം കുറയ്ക്കുക, വേസ്റ്റ് മാനേജ്മെന്റ് നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മഹിമയും കൃഷ്ണാഞ്ജലിയും ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് പെൻസിൽ നിർമ്മിച്ചത്. ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമോറോ എന്ന പരിപാടിയുടെ ഭാഗമായി ഷെൽ പെട്രോളിയം കമ്പനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ കാർണിവലിലാണ് ഇവരുടെ പ്രൊജക്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾക്ക് ഷെൽ ആൻഡ് എക്സ്പ്ലോറേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ലോകത്തിലുള്ള കുറേ പ്രോബ്ലംസ് അവർ ഞങ്ങൾക്ക് ഫെമിലിയർ ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു വൈ കാൻ വി മേക്ക് പെൻസിൽസ് ഫ്രം ഫുഡ് വേസ്റ്റ്. അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ 9 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ഓരോ ഐഡിയാസ് പുട്ടിൻ ചെയ്തിട്ട് ക്ലാസ് ഇക്കോ പെൻസിൽ എന്ന് പറഞ്ഞൊരു ഐഡിയ ഞങ്ങൾ ഫൈനലൈസ് ആയിരുന്നു. സ്മൈൽ ഫൗണ്ടേഷൻ സ്കൂളിൽ നടത്തിയ വർക്ക്ഷോപ്പിനിടയിലാണ് കുട്ടികളുടെ അതിനൂതനമായ കണ്ടുപിടുത്തത്തിന്റെ അവതരണം നടന്നത്. യൂസ് ചെയ്യുന്നത് ബീവാക്സ്, റെസിന്, മോൾഡ്, പിന്നെ പേപ്പർ മോൾഡാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പെൻസിൽ ഉണ്ടാക്കുന്നത്. ഇക്കോ പെൻസിൽ എന്ന പേരിൽ വിശദമായ സയൻസ് പ്രോജക്റ്റ് തയ്യാറാക്കി ജില്ലാ തലത്തിൽ അംഗീകാരം ലഭിച്ചതോടെ നേരിട്ട് ദേശീയ തലത്തിലേക്ക് അവതരണത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് ഇതുൾപ്പെടെ 3 പ്രോജക്റ്റുകളാണ് ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രോജക്ടിന്റെ കാതലായ ആശയവും ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രാപ്തമാക്കി. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതിലൊന്ന് SDG 9 ഇൻഡസ്ട്രി ഇന്നോവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, ഞങ്ങൾക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ SDG 12 റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, റെസ്പോൺസിബിളി ഫുഡ് കൺസ്യൂം ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാക്കി ഞങ്ങൾ മാറ്റുന്നത്. SDG 13 ക്ലൈമാറ്റിക് ആക്ഷൻ, നമുക്കിപ്പോൾ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ക്ലൈമാറ്റിക് ചേഞ്ച് കുറയ്ക്കാൻ പറ്റും. SDG 15 ലൈഫ് ഓൺ ലാൻഡ്, നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമല്ലോ, അപ്പോൾ എന്തായാലും ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഒരു യൂസ്ഫുൾ ആണ് ഞങ്ങളുടെ പെൻസിൽ. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് വദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മഹിമ മനീഷും ഇ കൃഷ്ണാഞ്ജലിയും അധ്യാപകരുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത നൂതന കണ്ടുപിടുത്തത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. വിദ്യാർത്ഥികളുടെ അവതരണ മികവിനും പ്രോജക്ടിന്റെ കാതലായ ആശയത്തിനും പ്രത്യേകം അഭിനന്ദനം ലഭിച്ചതായി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒയ്സി, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സി രാധാമണി എന്നിവർ പറഞ്ഞു. അഭിമാന നേട്ടം കരസ്ഥമാക്കിയ മഹിമയെയും കൃഷ്ണാഞ്ജലിയെയും പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരും അഭിനന്ദിച്ചു. അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പിന്തുണയാണ് ഇത്തരമൊരു നേട്ടത്തിന് കാരണമായതെന്ന് ഇരുവരും പറഞ്ഞു. കുന്നുംകുളം പുതുശ്ശേരി മേഞ്ചേരി വീട്ടിൽ മനീഷിന്റെയും പ്രിൻസി മനീഷിന്റെയും മകളാണ് മഹിമ മനീഷ്. കുന്നുംകുളം കാണിപ്പയ്യൂർ എരക്കണ്ടത്ത് വീട്ടിൽ സുരേഷിന്റെയും ജ്യോതിലക്ഷ്മി സുരേഷിന്റെയും മകളാണ് കൃഷ്ണാഞ്ജലി. സിസിടിവി ന്യൂസ്, കേച്ചേരി. പുന്നൂർക്കുളം ചിത്രകൂട് ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാതല വർണ്ണങ്ങൾ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പുന്നൂർക്കുളം കമല സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട 25ഓളം കലാകാരന്മാർ തത്സമയം ചിത്രങ്ങൾ വരച്ച് പങ്കാളികളാകും. ആർട്ട് ഗാലറി കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ മികച്ച NCC ഓഫീസർക്കുള്ള DG NCC കമൻഡേഷൻ കാർഡ് ലഭിച്ച മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 5 ജില്ലകളിലെ കേഡറ്റുകൾക്കായി തൃശൂർ ചിന്മയ കോളേജിൽ സംഘടിപ്പിച്ച NCC ക്യാമ്പിലാണ് മികച്ച NCC ഓഫീസർക്കുള്ള DG NCC കമൻഡേഷൻ കാർഡ് ലഭിച്ച മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചത്. എറണാകുളം ഗ്രൂപ്പ് കമാൻഡറും നാവികസേനാ മെഡൽ ജേതാവും കൂടിയായ കമാൻഡർ സൈമൺ മത്തായി സ്റ്റൈജുവിനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 7 കേരള ഗേൾസ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ രാജേന്ദർ സിംഗ് സിദ്ധു, 23 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ VV പ്രകാശ്, ലഫ്റ്റനന്റുമാരായ ശിവരാമകൃഷ്ണൻ, MR അനൂപ്, റെയ്ന, സുബേദാർ മേജർ ബിജോയ് റോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രക്തദാനം, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിരുദ്ധ പരിപാടികൾ, NCCയിലെ മികച്ച പ്രവർത്തനങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് 24 കേരള ബറ്റാലിയൻ NCCയിലെ അസോസിയേറ്റഡ് NCC ഓഫീസറായ മേജർ PJ സ്റ്റൈജുവിനെ മികച്ച ഓഫീസറായി തെരഞ്ഞെടുത്തത്. CCTV ന്യൂസ്, കേച്ചേരി.
കൊച്ചിൻ ദേവസ്വം ബോർഡിലെ വെളിച്ചപ്പാട് അസോസിയേഷൻ യോഗം മുണ്ടത്തിക്കോട് പാതിരാകൂട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചു. പാതിരാകൂട്ടുകാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വരവൂർ ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. പാതിരാകൂട്ടുകാവ് മേൽശാന്തി അനീഷ് കൈലാസ മുഖ്യാതിഥിയായി. സെക്രട്ടറി മുരളി ഇരട്ടക്കുളങ്ങര റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് വാസുദേവൻ മുണ്ടത്തിക്കോട് സ്വാഗതവും മോഹനൻ നെയ്തലക്കാവ് നന്ദിയും പറഞ്ഞു. ഗോവിന്ദൻകുട്ടി നായർ തലക്കൂട്ടുകര, ശ്രീകൃഷ്ണൻ കുമരം കിണറ്റിൻകര തുടങ്ങിയവർ സംസാരിച്ചു. ഓണം അലവൻസ് വെട്ടിക്കുറച്ചതിൽ യോഗം പ്രതിഷേധം അറിയിച്ചു. ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും മുഖ്യ വേഷത്തിൽ അഭിനയിക്കുന്ന കുട്ടന്റെ ഷിനിഗാമി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം നടന്നു. കുന്നംകുളം ഭാവന തിയേറ്ററിൽ നടന്ന വിജയാഘോഷത്തിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും പങ്കെടുത്തു. നിറഞ്ഞ സദസ്സിൽ 2ാം വാരം പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ കേക്ക് മുറിച്ചു. താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും പുറമെ തിയേറ്ററിൽ ചിത്രം കാണാനെത്തിയവരും പങ്കാളികളായി. ചിത്രത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവരോടും സംവിധായകൻ നന്ദി പറഞ്ഞു. അപ്പോൾ അഷ്റഫ് പിലാക്കൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇങ്ങനൊരു ഉദ്യമത്തിന് എൻ്റെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ സംഭവിച്ചത്. ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനോടൊപ്പം സഹകരിച്ചവരാണ്. എന്തായാലും ഈ ഭാവന തിയേറ്ററിൽ തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങൾ ഈ ഷോയ്ക്ക്, ഇത് മാത്രമല്ല ഇതിനു മുന്നോട്ടുള്ള എല്ലാ ഷോയ്ക്കും വന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലുള്ള എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാടിന് ആദ്യമായി നന്ദി പറയുന്നു. ഇതിൻ്റെ തിയേറ്റർ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഇതിന് പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും ഇതിനോടൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ചെറിയൊരു സിനിമ ആയിട്ട് കൂടി OTT-യിലൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നു. 2ാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ഓടുന്നത്. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഓടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അണിയറ പ്രവർത്തകരും ചിത്രത്തിൽ അഭിനയിച്ചവർക്കും പുറമെ ചലച്ചിത്ര സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ, ഗിന്നസ് അവാർഡ് ജേതാവ് സത്താർ ആദൂർ, ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ റഷീദ് എരുമിപ്പെട്ടി, ഭാവന തിയേറ്റർ മാനേജർ ജോഷി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിച്ച റഷീദ് പാറയ്ക്കൽ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഒരുക്കിയത് അർജുൻ വി അക്ഷയാണ്. സിയാൻ ശ്രീകാന്ത് ചിത്ര സംയോജനവും കോയാസ് കലാസംവിധാനവും ഫെമിന ജബ്ബാർ വസ്ത്രാലങ്കാരവും ഷിജി താനൂർ മേക്കപ്പും രജീഷ് പത്താംകുളം പ്രോജക്ട് ഡിസൈനിങ്ങും നിർവഹിച്ച ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഹെഡായി സിറാജ് മുൻബി പ്രവർത്തിച്ചു. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവർക്ക് പുറമെ സുനിൽ സുഗത, ഉണ്ണിരാജ, അനീഷ് ജി മേനോൻ, ശിവജി ഗുരുവായൂർ, ശ്രീജിത്ത് രവി, അഷ്റഫ് പിലാക്കൽ, സിനോജ് അങ്കമാലി, AVM ഉണ്ണി, അഖില, ചന്ദന, പ്രിയങ്ക തുടങ്ങിയവരും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഷ്റഫിൻ്റെ 2 പടം ഡയറക്റ്റ് ചെയ്താണ് ഞാൻ. 3-ാം നാൾ ഭഗവതിപുരത്തിലത്തെ നായികയാണ് സബർണിക. പിന്നെ അഷ്റഫിന് എന്നും കുന്നംകുളം അഷ്റഫിൻ്റെ കൂടെ ഉണ്ടാവും. ഈ പടത്തെ കുറിച്ചിട്ട് 2ാം വാരമാണ് കളിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. വീണ്ടും ഈ പടം 3ാം വാരത്തിലേക്ക് ഓടട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. മാത്രമല്ല ഈ കണ്ടവരെല്ലാവരും ഈ പടത്തെ കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും അറിയാലോ, ഫേസ്ബുക്ക് ആയാലും അങ്ങനെ സ്റ്റാറ്റസ് ആയാലും എല്ലാവരും ഇടണം. ഇത്ര നല്ലൊരു പടത്തെ നമ്മൾ വിജയിപ്പിച്ചെടുക്കണം. CCTV ന്യൂസ് കുന്നംകുളം. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് ലെവൽ ഏകദിന ക്യാമ്പ് സാഹസ് 2024 ശനിയാഴ്ച പാറമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ ആലത്തൂർ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല മുഖ്യാതിഥിയാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ബ്ലോക്കിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ് അറിയിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കുന്ന UP പുരുഷോത്തമൻ നഗറിൽ നടക്കും. ജില്ലാ സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. SFO ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചേറുട്ടി അധ്യക്ഷനാകും. സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. സമ്മേളനത്തിൽ മുൻകാല താരങ്ങളെ ആദരിക്കും. ജില്ലാ ട്രഷറർ P കൃഷ്ണൻകുട്ടി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ MLA VK ചന്ദ്രൻ, SFA ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. പെരുമ്പടപ്പ് പ്രത്യാശ അയിരൂരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഗ്രാമസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 6 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പ്ലസൻഡ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഗ്രാമസംഗമം നടത്തുന്നത്. അയിരൂർ ഗ്രാമത്തിന്റെ സാംസ്കാരിക തനിമയുടെ സംരക്ഷണവും സാമൂഹ്യ പുരോഗതിയും ലക്ഷ്യമിട്ട് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മയാണ്
പ്രത്യാശ അയിരൂർ. നാട്ടിൽ വ്യാപകമായി വരുന്ന ലഹരിയുടെ വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് പ്രഥമ ദൗത്യമായി പ്രത്യാശ ഏറ്റെടുക്കുന്നത്. ഗ്രാമസംഗമം എന്ന പേരിൽ ഒരുക്കുന്ന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹർ അലി ഉദ്ഘാടനം ചെയ്യും. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് വിമുക്തി സ്പെഷ്യൽ ഓഫീസർ K ഗണേശൻ നേതൃത്വം നൽകും. മോട്ടിവേഷൻ സ്പീക്കറും മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായ ഡോക്ടർ മേരി മെറ്റിൽസ പാരന്റിംഗ് സെഷന് നേതൃത്വം നൽകും. പ്രദേശത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. സംഗമത്തിന്റെ പ്രചരണാർത്ഥം അയൽക്കൂട്ടങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ യോഗങ്ങൾ നടത്തി. CCTV ന്യൂസ്, കുന്നേർകുളം. ചിറമനങ്ങാട് സഹറത്തുൽ ഖുർആൻ സ്കൂളിലെ കുരുന്നുകൾക്കായി നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തന പരിശീലനത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് പുത്തൻകുളത്തെ 5 വയസ്സുകാരൻ അസം ഇൻസാൻ തന്റെ അയൽവാസി കുടുംബങ്ങളിലെ കുരുന്നുകളിൽ നിന്നായി സംഭാവനകൾ സ്വീകരിച്ച് വേദനിക്കുന്നവരും മാറാരോഗ്യങ്ങളുമായവർക്ക് കൈത്താങ്ങാകുന്ന വേറിട്ട കാഴ്ച കൗതുകമായി. അയൽവാസിയും കുരുന്ന് സുഹൃത്തുമായ അൻസാർ പ്രീ സ്കൂൾ വിദ്യാർത്ഥി ഹൈസാൻ സഹക്കിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പുത്തൻകുളം കരിമന്തല വളപ്പിൽ ബിനാസിം ഫെമിന ദമ്പതികളുടെ മകനാണ് അസം ഇൻസാൻ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7080 രൂപ, സ്വർണം പവന് 56,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചർമ്മം ഗുരുവായൂർ ഇരിങ്ങപ്പുറം പാലയൂർ സേവ്യറിന്റെ ഭാര്യ കൊച്ചുമേരി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സൗമ്യ, രമ്യ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഹൗസിംഗ് ബോർഡ് പ്ലോട്ട് നമ്പർ 45 സൺഷൈൻ ചെമ്പറ വീട്ടിൽ മാധവൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. മല്ലിക ഭാര്യയും മഞ്ജുള, മഞ്ജുഷ, മിഥുൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ATM കൗണ്ടറുകൾ തകർത്ത് കൊള്ളയടിച്ച കേസ് പ്രതികളെ തൃശൂരിലെത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പാറന്നൂരിൽ റോഡരികിൽ മാലിന്യം തള്ളിയ വാഹനം പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നെടിയേടത്ത് സർവീസ് സ്റ്റേഷന് സമീപത്തുള്ള പാടത്തേക്ക് അറവുമാലിന്യങ്ങൾ തള്ളിയവരെ വാഹനം ഉൾപ്പെടെയാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പിടികൂടിയത്. പഴഞ്ഞി പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനം. പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന യൽദുമാർ ബെസേലിയോസ് ബാവയുടെ 339 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടന്ന ലേലം വിളി ആവേശമായി. വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ കുർബാനയെ തുടർന്ന് നടന്ന പ്രസിദ്ധമായ ലേലം വിളിയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ഔദ്യോഗിക സമാപനം. പുന്നൂർ പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിയുന്നു. ആലാപ്പാലം പ്രദേശത്തെ ശ്മശാനം നവീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.